ഇവിടെ കുത്തിയാൽ മതിയോ? ഇങ്ങനെ വെച്ചാൽ ഓക്കെ അല്ലേ? എവിടെ നോക്കണ്ടേ? ഇവിടെ ആണോ? ഓക്കെ പറയട്ടെ. ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്ന് പെയ്യുന്നുണ്ട്. പാവങ്ങൾക്ക് തുണിയൊന്നും അലക്കി ഉണക്കാൻ പറ്റുന്നില്ലെന്ന് തോന്നുന്നു. പലർക്കും ഷഡ്ഡി പോലും ഉണങ്ങി കാണത്തില്ല. പാവങ്ങൾ 2 മിനിറ്റ് കഴിഞ്ഞ് വന്ന് പെയ്യാം. എല്ലാവരും തുണിയൊക്കെ ഉണക്കട്ടെ. നിങ്ങൾ ഈ വിചാരിക്കുന്ന പോലെ എൻ്റെ സ്വന്തം ഇഷ്ടത്തിന് ഞാനിങ്ങനെ വന്ന് പെയ്യുന്നതല്ല. ആക്ച്വലി ഇത് ഞാൻ പെയ്യണോ വേണ്ടോ എന്ന് തീരുമാനിക്കുന്നത് ഒരു ട്രസ്റ്റാണ്. ട്രസ്റ്റിൽ ആരൊക്കെ ഉണ്ടെന്നോ, അതായത് ഈ ട്രസ്റ്റിനകത്തുള്ളത് ഞാനുണ്ട്, നമ്മുടെ ഇടിമിന്നലുണ്ട്, പിന്നെ നമ്മുടെ വേഴാമ്പലുണ്ട്, പിന്നെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ മയിലും ഉണ്ട്. ഞങ്ങളുടെ ഒരു കൂട്ടായ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ വന്ന് പെയ്യുന്നത്. അല്ലാതെ എൻ്റെ സ്വന്തം ഇഷ്ടത്തിൽ ഞാൻ വന്ന് പെയ്യുന്നതല്ല. ചേട്ടാ, ഇത്രയും നാളെ മഴ വേണം വിമരേനല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പം ഞാൻ വന്ന വിമാർക്ക് മഴ വേണ്ടേ? ഇത് ദുബായിലാണോ പോയി പെയ്തേ? അയ്യോ, അത് മലയാളി. എന്നാൽ ഇത്തവണ സൂര്യനോടൊന്ന് ഓവർ ടൈം ചെയ്യാൻ പറയാൻ പറ്റുമോ? അത് ശരിക്കും എനിക്കൊരു അബദ്ധം പറ്റിയതാണ്. സോറി കേട്ടോ. ഈ കോള്. ഹലോ കാറ്റേ. അയ്യോ വേണ്ട, ഇപ്പോൾ വീശണ്ട. ഞാൻ പറയാം. കാര്യം എന്ന് വെച്ചാൽ ഈ മരങ്ങളും ആ പോസ്റ്റൊക്കെ ഒടിഞ്ഞ് കിടക്കുമല്ലേ, അതൊക്കെ അവരൊന്ന് ശരിയാക്കട്ടെ, എന്നിട്ട് ഞാൻ പറയാം. അപ്പോൾ വീശാൽ മതി കേട്ടോ. ശരിയെന്ന്. ഞാനിവിടെ ഒരു ഇൻ്റർവ്യൂ. ശരി. സോറി കേട്ടോ. നമ്മൾ എവിടെയായിരുന്നു? അബദ്ധം. ആക്ച്വലി ഭയങ്കരമായിട്ട് ചൂട് കൂടിയ സമയത്ത് നാട്ടുകാരെല്ലാം കൂടെ ഞങ്ങൾക്ക് മഴ വേണമെന്നിങ്ങനെ പറഞ്ഞപ്പോൾ, സാധാരണ മലയാളികളാണല്ലോ ഇങ്ങനെ മഴ വേണമെന്ന് പറയാറുള്ളത്. അപ്പോൾ ഞാൻ വന്ന് മലയാളികൾ ഒരുപാടുള്ളിടത്ത് വന്ന് അങ്ങ് പെയ്ത്. പിന്നീടാണ് എനിക്ക് എൻ്റെ അബദ്ധം മനസ്സിലായത്. അത് ആക്ച്വലി ദുബായ് ആയിരുന്നു. മലയാളികൾ ഒരുപാട് പേര് ഇന്ന് ഓണം ആഘോഷിക്കുന്നുണ്ടപ്പോൾ ഞാൻ ഓർത്ത് അവിടെ ആയിരിക്കും കേരളമെന്ന്. പക്ഷെ അതെനിക്ക് അബദ്ധം പറ്റിയതാണ്. ഞാനിപ്പോൾ ശ്രദ്ധിക്കുന്നുണ്ട്, ഒരുപാട് സ്ഥലത്ത് ഈ മലയാളികൾ ഇങ്ങനെ ഉള്ളത് കൊണ്ട് എനിക്കിങ്ങനെ പൊതുവേ ഇങ്ങനെ ഒരു തെറ്റ് പറ്റാറുണ്ട്. പക്ഷേ ഇപ്പോൾ ഞാനത് ബംഗാളികൾ എവിടെയാണ് കൂടുതലുള്ളതെന്ന് നോക്കിയിട്ട് അവിടെ കറക്റ്റായിട്ട് അങ്ങ് പെയ്യും. പിന്നെ അറിയാമല്ലോ, ആർക്ക് വേണമെങ്കിലും ഇതുപോലത്തെ അബദ്ധങ്ങൾ പറ്റാമല്ലോ. അങ്ങനെ പറ്റിപ്പോയത്. ഈ ജില്ലയിൽ റെഡ് അലേർട്ട് ആണല്ലേ? എന്നാൽ ഈ ജില്ലയിൽ പെയ്യണ്ട, ആ ജില്ലയിൽ പോയി പെയ്യാം. നിങ്ങൾ ഈ പറയുന്ന റെഡ് അലേർട്ടോ ഓറഞ്ച് അലേർട്ടോ ഒന്നും എനിക്കറിയത്തില്ല. എനിക്ക് പെയ്യണമെന്ന് അങ്ങോട്ട് തോന്നുമ്പോൾ അങ്ങ് പെയ്യും. സൂര്യ, മഴയാടാ. ആളുകൾക്ക് നിന്നെ മിസ് ചെയ്യുന്നെന്ന് പറയുന്നു. ഉണങ്ങാത്ത ഷഡ്ഡി കാണുമ്പോഴായിരിക്കും നിന്നെ അവർ മിസ് ചെയ്യുന്നത്. സൂര്യൻ എൻ്റെ ഫേവറേറ്റ് അല്ലേ? പക്ഷേ റീസെൻ്റ്ലി ആയിട്ട് അദ്ദേഹത്തിന് വേണ്ട ഒരു ഹിറ്റ് ലഭിക്കുന്നില്ല. സൂര്യനോ? സൂര്യൻ പിന്നെ എൻ്റെ ചങ്കല്ലേ. പക്ഷെ ഞാൻ ഇപ്പോൾ വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട് ഒരു 3-4 മാസക്കാലത്തേക്ക് ഈ വഴിക്കൊന്നും വരണ്ടെന്ന്. ഞാൻ കറക്റ്റായിട്ട് പെയ്യുന്നുണ്ടെങ്കിലും ഭയങ്കര ചൂടാണല്ലേ ഇവിടെയൊക്കെ. നിങ്ങളുടെ ചോദ്യം, എന്തുകൊണ്ട് കളക്ടർ അവധി പ്രഖ്യാപിക്കുമ്പോൾ ഞാൻ പെയ്യുന്നില്ല, അതിനുത്തരം നൽകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാര്യം അതെൻ്റെ ഒരു ട്രേഡ് സീക്രട്ടാണ്. അത് മറ്റുള്ളവരോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്ക് നിങ്ങളോട് എല്ലാവരുമായിട്ടൊരു കാര്യമേ പറയാനുള്ളൂ. മഴക്കാലമാണ്, എല്ലാവരും ശ്രദ്ധിക്കണം. കണ്ട വെള്ളമൊക്കെ കെട്ടിക്കിടക്കുന്ന കാണുമ്പോൾ എടുത്ത് ചാടുകയൊന്നും ചെയ്യരുത്. പിന്നെ എന്തെങ്കിലും ഒരു എമർജൻസി കേസ് വന്നു കഴിഞ്ഞാൽ 112 എന്ന് പറയുന്ന നമ്പറിലേക്ക് വിളിക്കുക. അപ്പോൾ എല്ലാവർക്കും ഒരു ഹാപ്പി മഴക്കാലം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ മഴയെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. പിന്നെ പറ്റുന്നവരൊക്കെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക.